നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 47ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെ ഹാവിൻ്റെയും 13ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 12 പാർട്ടുകളും കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. നമ്മൾ എപ്പിസോഡ് 35 മുതലാണ് തുടങ്ങിയിരിക്കുന്നത് ഹാസും ഹാവും. എപ്പിസോഡ് 35 മുതൽ 41 വരെ നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസും അതിനുശേഷം നമ്മൾ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസുമാണ് തുടങ്ങിയിട്ടുള്ളത്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എക്സ്പ്രഷനുകളാണ് നമ്മൾ 35 മുതൽ ഹാസിനും ഹാവിനും നമ്മൾ എടുത്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും കാണണം. നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റിലോട്ട് കയറാം. ഇന്ന് നമ്മൾ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ഹാവിലോട്ട് കയറാം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതിൻ്റെ കൂട്ട് ഹാസിൻ്റെ ഹാവിൻ്റെ ആശയങ്ങൾ സെയിം ആണ്, ഒരേ അർത്ഥവുമാണുള്ളത്, ഒരേ ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനും പറയുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. രണ്ടുപേരുടെ ആശയം സെയിം ആണ്. അതായത് എനിക്കുണ്ട്, എനിക്കുള്ളത്, എൻ്റെ കൈവശമുള്ളത്, എന്തെങ്കിലും കാര്യത്തിലുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളത്. അതുകൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുവാനും, അതുപോലെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാനും പറയുവാനും, അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുവാനുമായിട്ടാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. ഹാസിനും ഹാവിനും ഒരേ അർത്ഥമാണുള്ളത്, ഒരേ ആശയം തന്നെയാണുള്ളത്. സോ ഒരിക്കലും തെറ്റായത് രണ്ടുപേർക്കും ഒരേ ആശയമാണുള്ളത്. ഉപയോഗിക്കുന്നതിൽ മാത്രമേ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഏകവചനം വരുമ്പോഴാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന വിട്ട് ഹിയെ ഷിയെ ഇറ്റ് എന്നിവ വരുമ്പോൾ ഹാവും, അതേപോലെ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ബഹുവചനം വരുമ്പോഴാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന വിട്ട് ദേയ വിയെ യുവ് എന്നിവ വരുമ്പോഴുമാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്, വേറെ ഒന്നുമില്ല ഡിഫറൻസ്. ഹാവിനും വേറെ ആശയപരമായിട്ടോ മീനിങ് ആയിട്ടോ ഒരു ഡിഫറൻസും ഇല്ല. ഒരു ടെൻസിലുമാണ് ഉപയോഗിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്, അതായത് ഏകവചനത്തിലും ബഹുവചനത്തിലും. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഹാവ് ആണ്. അപ്പം ഹാവിൻ്റെ ബഹുവചനത്തിലുള്ള സെൻറ്റൻസുകളാണ് എടുക്കാൻ പോകുന്നത്. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്, ഹാസിൻ്റെ കൂടെ അല്ല. ഐ എന്ന് വെച്ചാൽ ഏകവചനമാണ്, പക്ഷേ നമ്മൾ ഹാവിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. അതങ്ങനെ ഫോളോ ചെയ്യുക, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. ഇന്നേ വരെ ഐ നമ്മൾ ഹാസിൻ്റെ കൂടെ ചേർത്ത് വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റത്തില്ല. ഐ എപ്പോഴും ഹാവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. സോ ഡോണ്ട് വറി. നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ എക്സാമ്പിളിലോട്ട് പോകാം. ഒന്നാമത്തെ എക്സാമ്പിളിലോട്ട് കിടക്കാം. നമ്മുടെ ആശയങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. അതുകൂടാതെ പുതിയ കുറച്ച് എക്സ്പ്രഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞുകൂടാത്ത ഒരുപാട് എക്സ്പ്രഷൻസ് ഈ ഹാവിനും ഹാസിനുമുണ്ട്. അത് ഈ ഡെയിലി ടോക്കിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളോ ഒന്നുമില്ലാതെ സെൻറ്റൻസിനനുസരിച്ച്, അതായത് വാക്കുകളുടെ നമ്മൾ എന്താണോ പറയുന്നതിനനുസരിച്ച് ഹാവിൻ്റെ അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസും എടുത്തിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് കുറച്ച് ബേസ് അർത്ഥമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, ദേ ഹാവ് മൈ നമ്പർ. ദേ ഹാവ് മൈ നമ്പർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയില്ലേ അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടെന്ന്, അതേ ആശയമുള്ള അതേ സെൻറ്റൻസാണ് എടുത്തിരിക്കുന്നത്. ദേ ഹാവ് മൈ നമ്പർ, എൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ, അതേ സെൻറ്റൻസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദേ ഹാവ് മൈ നമ്പർ, അവരുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട് എന്നൊരു കോൺവെർസേഷൻ സെൻറ്റൻസാണ് എടുത്തിരിക്കുന്നത്. ദേ ഹാവ് മൈ നമ്പർ, അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ട് എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. അവിടെ ഹാവ് വന്നത് ദേ വന്നുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. അതേപോലെ ഉണ്ട് എന്ന് കൊടുക്കാനും കൂടാണ് ഹാവ് വന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദേ ഹാവ് മൈ നമ്പർ, അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ദേ ഹാവ് എ നൈസ് അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. ദേ ഹാവ് എ നൈസ് അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ അയൽവക്കത്തുള്ള വീട്ടുകാരെയൊക്കെ നമ്മൾ പറയത്തില്ലേ, അവർക്ക് സിറ്റിയിലൊരു വീടുണ്ടെന്ന്. അതേ അർത്ഥം തന്നെയാണ് വീടിന് പകരം അപ്പാർട്ട്മെൻ്റ് എന്നേ ഉള്ളൂ. അപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ ഫ്ലാറ്റിലുള്ള വീടിനെയാണ് അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഫ്ലാറ്റായിട്ട് ടൈപ്പിലുള്ള വീടിനെയാണ് അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് ദേ ഹാവ് എ നൈസ് അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി, അവർക്ക് സിറ്റിയിൽ നല്ലൊരു വീടുണ്ട്, നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. ദേ ഹാവ് എ നൈസ് അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി, അവർക്ക് സിറ്റിയിൽ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അവിടെ ദേ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ട് എന്നുള്ളൊരു ആശയം കൊടുക്കാനും കൂടിയാണ് അവിടെ ഹാവ് വന്നത്. അത്രയേ ഉള്ളൂ അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അടുത്തൊരു സെൻറ്റൻസ് ചിലവരൊക്കെ പറയുന്നൊരു സെൻറ്റൻസാണ് യു ഹാവ് എ സ്വീറ്റ് വോയിസ്. യു ഹാവ് എ സ്വീറ്റ് വോയിസ് എന്ന് വെച്ചാൽ നിനക്ക് നല്ല ശബ്ദമാണ്, നല്ല വോയിസാണ്, നല്ല ഞാൻ പറയുന്ന ഈ ശബ്ദമില്ലേ, താങ്കൾ പറയുന്ന താങ്കളുടെ വോയിസ് ശബ്ദം വളരെ മനോഹരമാണെന്ന് ഒരാൾ പറയുന്നൊരു സെൻറ്റൻസാണത്. യു ഹാവ് എ സ്വീറ്റ് വോയിസ്, നിനക്ക് നല്ല ശബ്ദമാണെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്, ഒരു കോൺവെർസേഷൻ സെൻറ്റൻസാണത്. യു ഹാവ് എ സ്വീറ്റ് വോയിസ്, നിനക്ക് നല്ല സൗണ്ടാണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഹാവ് വന്നത് യു വന്നുകൊണ്ടാണ്. ഉണ്ട്, ആണ്, ഉള്ളത് എന്ന് കൊടുക്കാനാണ് ഹാവും കൂടെ വന്നത്. നിനക്ക് നല്ല സൗണ്ടാണുള്ളത്, നല്ല ശബ്ദമാണ് ഉള്ളത് എന്ന് ആശയം കൊടുക്കാനാണ് അവിടെ ഹാവും കൂടെ വന്നത്.
ഇത്രയേ ഉള്ളൂ ഹാവിൻ്റെ അവിടുത്തെ ഫംഗ്ഷൻ. ഇപ്പം നിങ്ങൾക്ക് 3 എക്സാമ്പിൾ കഴിഞ്ഞപ്പം ഹാവിൻ്റെ ഒരു ആശയം കൊടുക്കുന്ന രീതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എക്സാമ്പിളോട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടിയിട്ടും. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക്. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ വർക്ക് സൈറ്റിലൊക്കെ പറയത്തില്ല, വീട്ടിൽ പറയത്തില്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, എനിക്ക് പോകണമെന്ന്. അങ്ങനെ എനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്നുള്ളൊരു സെൻറ്റൻസാണ് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. എ ലോട്ട് എന്ന് വെച്ചാൽ ഒരുപാടെന്നാണ്, ലോട്ട് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ജോലിയുണ്ടെന്നാണ്. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്നാണ് ആശയം. അപ്പോൾ ഐ വന്നുകൊണ്ടാണ് ഹാവ് വന്നത്. ഉണ്ട് എന്നുള്ളൊരു ആശയം കൊടുക്കാനും കൂടിയാണ് അവിടെ ഹാവ് വന്നത്. അപ്പോൾ ഐ ഹാവ് ലോട്ട് ഓഫ് വർക്കിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, അങ്ങനെ പോവുക. അടുത്തൊരു പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് പറയാൻ പറ്റത്തില്ല, പാസ്റ്റ് ടെൻസ് ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പറയുന്നതാണ്, പക്ഷേ പാസ്റ്റ് ടെൻസിൽ നടന്നൊരു കാര്യമാണ്. നോക്കിക്കോളൂ. ഡിഡ് യു ഹാവ് എ ഗുഡ് സ്ലീപ്പ്? ഡിഡ് യു ഹാവ് എ ഗുഡ് സ്ലീപ്പ് എന്ന് സാധാരണ നമ്മളെ പേരൻസ് അല്ലെങ്കിൽ ഹോട്ടൽ റിസപ്ഷനിസ്റ്റൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. നമ്മൾ ഒരു ദിവസം കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം നമ്മൾ എണ്ണിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഹോട്ടലിൽ നല്ല ഉറക്കമാണോ കിട്ടിയത്, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ മാതാപിതാക്കളും നമ്മളോട് ചോദിക്കത്തില്ലേ, ബ്രദേഴ്സിനോടും ചോദിക്കത്തില്ലേ, ഇന്നലെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കത്തില്ലേ. അങ്ങനത്തെ അതേ ഒരു ക്വസ്റ്റ്യനാണ്. നല്ല ഉറക്കം കിട്ടിയോ എന്നാണ് ആശയം. ഡു യു ഹാവ് എ ഗുഡ് സ്ലീപ്പ്, നല്ല ഉറക്കമായിരുന്നോ അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടിയോ എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അതായത് നോക്കൂ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടാണ് നമ്മൾ ഡിഡ് വന്നത്. ഡിഡ് യു ഹാവ് എ ഗുഡ് സ്ലീപ്പ്, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നല്ല ഉറക്കമാണോ കിട്ടിയത് എന്നുള്ളൊരു ആശയമാണ് സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാവിൻ്റെ അർത്ഥം താങ്കൾക്ക് നല്ല ഉറക്കം കിട്ടിയോ, ആണോ കിട്ടിയത്, ആ കിട്ടിയത് എന്നുള്ളൊരു ആശയം കൊടുക്കാനാണ് ഇവിടെ ഹാവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാവിൻ്റെ ഒരു നമ്മൾ കേൾക്കാത്തൊരു അർത്ഥം ഹാവിന് ഇവിടെ വന്നില്ല. അതുപോലെ നമ്മൾ ആ സെൻറ്റൻസിനനുസരിച്ച് ആ ഹാവിൻ്റെ ആശയം മാറിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ ഫോളോ ചെയ്യുക. ഹാവിനെ എപ്പോഴും അങ്ങ് നമ്മൾ അച്ചടി ഭാഷയിലോട്ട് എടുക്കാതെ അതേ ഞാൻ പറഞ്ഞ ഫോർമാറ്റിൽ എടുക്കാതെ ചില സമയത്ത് നമ്മൾ വായിക്കുന്ന സെൻറ്റൻസ് നോക്കുക, എന്താണ് ഹാവിന് ആശയം കൊടുത്തേക്കുന്നത്, അത് എടുക്കുക, അത് ഉൾക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ ആ സെൻറ്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൺവെർസേഷൻ വരിക, മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങും. സോ അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു വരിക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. ഇതേ വേറൊരു ആശയം വരുന്നതാണ്. they have gone to the UK. they have gone to the UK എന്ന് പറഞ്ഞാൽ അവർ യു കെയിലോട്ട് പോയതാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ ഫാദറും മമ്മിയും യു കെയിലാണെന്ന് വിചാരിക്കുക. അവർ ലീവിന് വന്നിട്ട് ഇന്ന് അവർ തിരിച്ച് യു കെക്ക് പോയി. യു കെക്ക് ഞാൻ അവരെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അയൽവക്കക്കാർ എന്നോട് ചോദിക്കും, നിൻ്റെ പേരൻസ് എവിടെയായിരുന്നു, മാതാപിതാക്കൾ എവിടെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ യു കെക്ക് പോയി. അന്നേരം ഞാൻ പറയുന്നൊരു സെൻറ്റൻസാണിത്, they have gone to UK. കാരണം അവർ പോയിട്ട് കുറച്ച് നേരം ആയുള്ളൂ, അവർ ഓൺ ദ വേയിലാണ്, ഫ്ലൈറ്റിലാണ്. അപ്പോൾ ഞാൻ പറയുക they have gone to UK. എൻ്റെ അയൽവക്കക്കാരോട് ഞാൻ പറയുക they have gone to UK, അവർ യു കെയിലോട്ട് പോയി. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളാണ് നമ്മളിങ്ങനെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് നടന്നു, എന്നിട്ട് ആ സംഭവത്തിന് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പ്രസൻറ്റിൽ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ യാത്രയിൽ അധികം നേരമായിട്ടില്ല സംഭവം നടന്നിട്ട്, പക്ഷേ കുറച്ച് മുമ്പിൽ നടന്നു. പാസ്റ്റ് ടെൻസ് ആണത്. അതിലൊരു പാസ്റ്റ് ടെൻസും ഉണ്ട്, കറൻ്റ്ലി പ്രസൻറ്റ് ടെൻസിൽ അതിനൊരു ചെറിയൊരു ഫംഗ്ഷനും ഉണ്ട്. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നവർ നമ്മളെ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. അതായത് പാസ്റ്റിൽ നടന്നിട്ട് പ്രസൻറ്റിലും അതിൻ്റെ ഒരു എഫക്റ്റോ ഒരു ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഗ്രാമർ സെക്ഷൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട്. ഒരു 3 എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് വെച്ച് മാത്രം. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ഗ്രാമർ സെക്ഷൻ പറഞ്ഞു തരാം. കഴിഞ്ഞ 2-3 ക്ലാസ്സിലൊക്കെ ഞാൻ ഗ്രാമർ സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഹാവിൻ്റെ കൂടെ ഹാസിൻ്റെ കൂടെ തേർഡ് പാർട്ടിസിപ്പിളാണ്, V3 ഫോമാണ്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗോൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ഗ്രാമർ ക്ലാസ് എടുത്തും പറഞ്ഞു തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് they have gone to UK. അവർ യു കെയിലോട്ട് പോയി എന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കുറച്ച് നൈസ് എക്സ്പ്രഷനുകളാണ്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എപ്പോഴും they have സ്പീഡിൽ പറയുമ്പോൾ they haveന് പറഞ്ഞ ഐ എന്ന് ചുരുക്കിയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. കാരണം നമ്മൾ നോർമൽ നേറ്റീവ് സ്പീക്കേഴ്സിന് ഐ ഹാവിന് പകരം ഐന്നേ വരത്തുള്ളൂ. ഐ ഹാവ് എന്നവർ പറയത്തില്ല. പറയും, വളരെ സ്ലോയിൽ പറയുവാണെങ്കിൽ അവർ പറയത്തുള്ളൂ. നോർമലി ഒരു സ്പീഡിൽ അവർ സംസാരിക്കും, ഐന്നേ വരത്തുള്ളൂ. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങളും അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ആക്ച്വലി അവരുടെ നേറ്റീവ് അവർ സംസാരിക്കുന്ന സ്റ്റൈല്. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ഇടയ്ക്ക് സ്പീഡിൽ പോയാൽ അതാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. അതും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു അടുത്ത എക്സാമ്പിളിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൊട്ട് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഐ ഹവ് ലോട്ട് ഓഫ് വർക്ക് എന്ന്, ഐ ലോട്ട് ഓഫ് വർക്ക് എന്ന്. അതിലിങ്ങനെ ഐ ഹാവ് എന്ന് പറയാൻ നിങ്ങൾക്ക് കേൾക്കുന്നില്ല. ഐ ഹവ് ലോട്ട് ഓഫ് വർക്ക്.
അതിനിടെ ഒരു ഹാവ് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് അത്രേ പറയുന്നുള്ളൂ. ഐ ഹാവ് ലോട്ട് ഓഫ് വർക്കിന് പകരം ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക് എന്ന് പറയും. അതിനിടയിൽ എല്ലാ സെൻറ്റൻസും വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കേൾക്കുന്നില്ല. പക്ഷേ നിങ്ങളത് ഊഹിച്ചെടുത്തോണം. ഇതേപോലെ തന്നെയാണ് നേറ്റീവ് സ്പീക്കേഴ്സും ഐ ഹാവ് വെച്ച് സംസാരിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ ഒരു വേർഡ് വരാം, ഐ ഹേർഡ്. മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞത് ഐ ഹാവ് ഹേർഡ് എന്നാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ഹേർഡ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ ഐ ഹാവ് ഹേർഡ് എന്നല്ല പറഞ്ഞത്, ഐ ഹേർഡ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഫ്ലുവൻസി, ആ ഇംഗ്ലീഷിൻ്റെ ആ ഫ്ലുവൻസി, നമ്മൾ സംസാരിക്കുന്ന ആ ഫ്ലുവൻസി ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഈ ഒരു ടോണിൽ ആരെങ്കിലും സംസാരിക്കുന്ന സംഭവം ഐ ഹാവ് എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. അടുത്ത എക്സാമ്പിൾ കുറച്ച് ഇതുവരെ ഞാൻ പറഞ്ഞ കുറച്ച് ആശയങ്ങളുള്ള സെൻറ്റൻസാണ്. പുതിയ കുറച്ച് എക്സ്പ്രഷൻസ് ഹാവ് ഇങ്ങനത്തെ സിറ്റുവേഷനിലും സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാവിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഒന്ന്, ഹാവ് എ നൈസ് ഡേ. നമ്മൾ ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിനം നേരുന്നു, നല്ലൊരു ദിവസം നേരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് മൊബൈലൊക്കെ എടുത്ത് എല്ലാവരും ഗുഡ് മോർണിംഗിൻ്റെ കൂടെ ഹാവ് എ നൈസ് ഡേ നൈസ് ഡേ നമ്മൾ അയക്കാറുള്ളതല്ലേ എന്ന് വെച്ചാൽ നല്ലൊരു ദിവസം നേരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഹാവ് വെച്ചുള്ളൊരു സെൻറ്റൻസാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഹാവിൻ്റെ ഒരു ആശയം കണ്ടില്ല അവിടെ, ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നിങ്ങനെയൊക്കെ നമുക്ക് ഹാവിൻ്റെ അർത്ഥത്തെ അവിടെ എടുക്കാം. അങ്ങനെ എല്ലാ ആശയം വരും. അപ്പോൾ ഹാവ് എ നൈസ് ഡേ എന്ന് വെച്ചാൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്നാണ്. അതേപോലത്തെ ആശയമുള്ള അടുത്ത സെൻറ്റൻസാണ് ഹാവ് എ നൈസ് വീക്കെൻഡ്. ഹാവ് എ നൈസ് വീക്കെൻഡ് എന്ന് വെച്ചാൽ ശനിയും ഞായർ ദിവസമാണ്. ഓഫീസ് സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ വെള്ളിയാഴ്ചയാകുമ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ പറയത്തില്ല ഹാവ് എ നൈസ് വീക്കെൻഡ്, നല്ലൊരു വീക്കെൻഡ് ഉണ്ടാകട്ടെ, പോയി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ് ഹാവ് എ നൈസ് വീക്കെൻഡ്, നല്ലൊരു വീക്കെൻഡ് ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആശയം കൊടുക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇപ്പോൾ ഇവിടെ ഹാവിന് വിഷ് ചെയ്യുന്ന ഒരു ഫീലിങ്സാണ് ഇവിടെ വരുന്നത്, ഒരു ആശയമാണ് അതിന് വരുന്നത്. ഹാവിൻ്റെ ആ എക്സ്പ്രഷൻസ് മനസ്സിലായിരുന്നു. ഹാവിൻ്റെ യൂസേജ് ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഹാവിൻ്റെ സെക്ഷനിൽ എടുക്കുന്നതിൻ്റെ കാരണം അതും കൂടെ അറിഞ്ഞിരിക്കുക. അതിന് പുതിയ അർത്ഥമൊന്നുമില്ല, സംഭവം ആ സെൻറ്റൻസിനനുസരിച്ച് മാറുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഹാവിൻ്റെ സെക്ഷനിൽ തന്നെ ഇത് നമ്മൾ ഉൾപ്പെടുത്തിയത് ഇങ്ങനത്തെ സെൻറ്റൻസുകൾ. ഒന്നുകൂടെ അപ്പം ഹാവ് എ ഗുഡ് ടൈം. ഹാവ് എ ഗുഡ് ടൈം എന്ന് വെച്ചാൽ ഇതേ ആശയമുള്ള സെൻറ്റൻസ്, നല്ലൊരു നിമിഷം, നല്ലൊരു സമയം നേരുന്നു. സാധാരണ നമ്മളത് എപ്പോഴാണ് പറയുന്നത്, നമ്മൾ ആരെങ്കിലും മീറ്റ് ചെയ്യാനും കണ്ടുമുട്ടാനും ഒക്കെ പോകുമ്പോഴും ഒക്കെ നമ്മൾ പറയത്തില്ലേ, മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് നമുക്ക് നല്ലൊരു നിമിഷം, നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന്. അതേ ആശയമാണ് എഴുതിയിരിക്കുന്നത്. ഹാവ് എ ഗുഡ് ടൈം എന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഡെയിലി നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പം ഇന്ത്യൻസും എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള വേർഡുകളാണ് ഈ വിഷ് ചെയ്യുന്ന വേർഡുകൾ. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ വേർഡുകൾ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇന്ത്യക്ക് പുറത്ത് പോകുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ വേർഡുകൾ കേൾക്കും. ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് ട്രിപ്പ്. അടുത്തൊരു സെൻറ്റൻസ് തന്നെയാണ് ഹാവ് എ നൈസ് ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ യാത്ര പോകാൻ നേരത്തെ നമ്മളടുത്ത് പറയുന്നതാണ്, നമ്മൾ വിഷ് ചെയ്യുന്ന വേണ്ടുന്നതാണ് ഈ ഹാവ് എ നൈസ് ട്രിപ്പ്, നല്ലൊരു യാത്ര നേരുന്നു എന്ന് പറയുന്നൊരു വേർഡാണ് അടുത്ത സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ഹാവ് എ നൈസ് ട്രിപ്പ്, നല്ല സന്തോഷകരമായ ഒരു യാത്ര നേരുന്നു എന്നാണ് ഹാവ് എ നൈസ് ട്രിപ്പിൻ്റെ അർത്ഥം. സോ ഇങ്ങനത്തെ വേർഡുകളൊക്കെ നമ്മൾ പുറത്ത് സ്ഥിരം നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. നമ്മളും ഇതേപോലെ യൂസ് ചെയ്ത് ഇതൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കണം. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. ഓർത്തിരിക്കുക. ഹാവിൻ്റെ എക്സ്പ്രഷൻസൊക്കെ ഓർത്തിരിക്കുക. അടുത്തൊരു സെൻറ്റൻസ് കൂടെ പറയാം, ഒരു വെറൈറ്റി സെൻറ്റൻസാണ്. ഐ ബീൻ ബിസി എന്ന് വെച്ചാൽ ഞാൻ ബിസിയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഐ ബീൻ ബിസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പും ബിസി ആയിരുന്നു, ഇപ്പോഴും ഞാൻ ബിസിയാണ് എന്നൊരു ഫീലിംഗ് ആണിത്. ഐ ബീൻ ബിസി. നമ്മൾ സാധാരണ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളൊരു സുഹൃത്ത് വന്നിട്ട് ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല പറയാൻ, നമ്മുടെ വർക്കിൽ മുഴുകിപ്പോയി, അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അയാളെ കണ്ടിട്ട് പറയുകയാണ് ഐ ബീൻ ബിസി. നമ്മൾ കണ്ടിട്ട് ഐ ബീൻ ബിസി, ഞാൻ ബിസി ആയിരുന്നു, ഇനി നിനക്ക് എന്നോട് പറയാം. പക്ഷേ ആ പറയുമ്പോഴും ഞാൻ ബിസിയാണ്, എൻ്റെ വർക്ക് തീർന്നിട്ടില്ല, ബിസിയുടെ ഇടയ്ക്കാണ് ഞാൻ വന്ന് പറഞ്ഞു സോറിയുടെ ഐ ബീൻ ബിസി ആയിരുന്നു, കാര്യം പറയാമെന്ന് പറയുമ്പോഴും ആ സമയത്തും എനിക്ക് ബിസി ടൈമാണ്. അതുകൊണ്ടാണ് ഐ ഹാവ് ബീൻ അവിടെ ചേർത്തിരിക്കുന്നത്. ഐ ഹാവ് ബീൻ എന്ന് വെച്ചാൽ ടെൻസിൽ നമ്മുടെ ടെൻസ് പഠിക്കുമ്പോൾ അതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. അതായത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ ബിസി ആയിരുന്നു, പക്ഷേ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ടെൻസിലും ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തേക്കാം. ആ ഒരു ആശയം വരുന്ന സെൻറ്റൻസുകളെയാണ്, അങ്ങനത്തെ ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാവ് ബീനും ഹാസ് ബീനും നമ്മൾ ചേർക്കുന്നത്. ഇങ്ങനത്തെ സെൻറ്റൻസുകളെ പറയുന്ന പേര് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. നമ്മളതെടുക്കും. ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇട്ടേ ഉള്ളൂ. ഹാവ് ബീനും ഹാസ് ബീനും എപ്പിസോഡ് വരുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾസ് സെൻറ്റൻസ് മാത്രം, ഹാസ് ബീൻ്റെ ഹാവ് ബീനെ. സോ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഹാവ് ബീൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് ഓർക്കുക, അവിടെ ഹാവ് ബീനും ഹാസ് ബീനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ സെൻറ്റൻസിന് ഹാവ് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ഇതുവരെ ഞാൻ പറയാത്തൊരു എക്സാമ്പിൾ,
2 എക്സാമ്പിളുകളുണ്ട്, അതുകൂടെ പറയാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തത് നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വേർഡാണ് പ്ലീസ് ഹാവ് എ സീറ്റ്. പ്ലീസ് ഹാവ് എ സീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ, ഒരു വീട്ടിൽ പോയാൽ, ഒരു ഓഫീസിൽ പോയാൽ അവർ നമ്മളോട് ഇരിക്കാൻ പറയുന്നത് ഇതേ എക്സ്പ്രഷനിലായിരിക്കും, വേറെ രീതിയിലും പറയത്തില്ല. പ്ലീസ് ഹാവ് എ സീറ്റ്. ഇരുന്നാലും കസേര കാണിച്ചിട്ട് പറയും പ്ലീസ് ഹാവ് എ സീറ്റ്, ഇരുന്നാലും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണിത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകുന്നവർ ശ്രദ്ധിച്ചിരിക്കുക. ഇതായിരിക്കും നിങ്ങൾ കൂടുതൽ കേൾക്കാനും പോകുന്നത്, കൂടുതൽ പറയാനും പോകുന്നത്. നമ്മൾ സ്കൂൾ കാലം മുതൽ എങ്ങനെ കേട്ടിരിക്കുന്നത് പ്ലീസ് സിറ്റ് ഡൗൺ എന്നാണ്. നമ്മുടെ സ്കൂളിൽ ടീച്ചർമാർ മുതൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സിറ്റ് ഡൗൺ എന്നാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പോയാൽ സിറ്റ് ഡൗൺ നമ്മൾ കേൾക്കത്തേ ഇല്ല, ആരും പറയത്തുമില്ല. പ്ലീസ് ഹാവ് എ സീറ്റ്, ഹാവ് വെച്ചുള്ള ഈ സെൻറ്റൻസ് ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ ഹാവിന് ഇരിക്കാൻ ഒരു അർത്ഥം ഇല്ല, പക്ഷേ ഇരിക്കണമെന്നാണ് അർത്ഥം. അതാണ് ഈ സെൻറ്റൻസ്. ആ ഇരിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ഇവിടെ ചേർത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞ ഗ്രാമാറ്റിക്കലി ഉള്ള ഡിക്ഷണറിയുടെ അർത്ഥമൊന്നുമില്ല ഇതിന്. ഈ സെൻറ്റൻസിൻ്റെ ആശയം അനുസരിച്ചാണ് ഇവിടെ ഹാവിന് വന്നേക്കുന്നത്. പ്ലീസ് ഹാവ് എ സീറ്റ് എന്ന് വെച്ചാൽ ഇരുന്നാലും എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സീറ്റ് കാണിച്ചിട്ട് പ്ലീസ് ഹാവ് എ സീറ്റ് എന്ന് വെച്ചാൽ ഇരുന്നാലും എന്നാണ് അതിൻ്റെ ആശയം. ആ ഇരുന്നാലും എന്നുള്ള ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാവിൻ്റെ ഫംഗ്ഷനും ആശയവും മാറുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓർത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഡെയിലി യൂസ് സെൻറ്റൻസിലുള്ള ഒരു സെൻറ്റൻസാണ് പ്ലീസ് ഹാവ് എ സീറ്റ് എന്ന് പറയുന്നത്. സോ അതേപോലത്തെ ഒരു സെൻറ്റൻസ് കൊണ്ടാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. മേ ഐ ഹാവ് യുവർ നെയിം. മേ ഐ ഹാവ് യുവർ നെയിം എന്ന് വെച്ചാൽ താങ്കളുടെ പേരെന്ന് പറയുമോ എന്നാണ്. നമ്മൾ സാധാരണ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കില്ല, താങ്കളുടെ പേര് എന്താണ്, അതേ ആശയം തന്നെയാണ് മേ ഐ ഹാവ് യുവർ നെയിം എന്ന്. പക്ഷേ വാട്ട്സ് യുവർ നെയിം എന്ന് അങ്ങനെ പറയുന്നതിന് പോലെ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട്, കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്നത് ഇതാണ്. മോസ്റ്റ്ലി അമേരിക്കൻസാണ് യൂസ് ചെയ്യുന്നത് മേ വെച്ചുള്ള. മേ ഐ ഹാവ് യുവർ നെയിം എന്ന് വെച്ചാൽ താങ്കളുടെ പേരെന്താണ്. അതായത് ഏതെങ്കിലും റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്നവരെ, എന്തെങ്കിലും ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരെ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കസ്റ്റമേഴ്സിൻ്റെ പേരറിയേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നമ്മൾ എയർപോർട്ടിലൊക്കെ നമുക്ക് കാണുമല്ലോ, എയർ ഹോസ്റ്റസൊക്കെ നമ്മുടെ പേര് ചോദിക്കുമല്ലോ, അവർക്കൊക്കെ നമ്മുടെ പേരറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവർ വാട്ട്സ് യുവർ നെയിം എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാറില്ല. നിങ്ങൾ പുറത്ത് പോയാൽ നമ്മൾ കേൾക്കുമ്പോൾ അറിയാം മേ ഐ ഹാവ് യുവർ നെയിം എന്ന് ചോദിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ താങ്കളുടെ പേരെന്ന് പറയുമോ എന്നാണ്. കുറച്ചുകൂടെ പൊളൈറ്റ് വേയിൽ അവർ ചോദിക്കുന്നതാണ്. സോ ഇതോർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഹാവിൻ്റെ അർത്ഥം മേ ഐ ഹാവ് യുവർ നെയിം എന്ന് വെച്ചാൽ ഇവിടെ ഹാവിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചെടുത്ത് താങ്കളുടെ പേരെന്ന് പറയാമോ എന്നൊരു ആശയം കൊടുക്കാനാണ് ഹാവ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഹാവിൻ്റെ അർത്ഥം പുതിയൊരു ആശയമായിട്ട് മാറി അവിടെ. സോ അങ്ങനെയാണ് ഹാവ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക, ഹാവ് ഇങ്ങനെയൊക്കെ ആശയം വരുമെന്ന്. ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകളെ ഹാവ് വരത്തുള്ളൂ. കുറച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആശയം വരുന്ന കുറച്ച് സെൻറ്റൻസുകളുണ്ട്. അങ്ങനത്തെ കുറേ ഉണ്ട്. അത് നമ്മൾ എടുക്കുന്നതായിരിക്കും, കോൺവെർസേഷൻ ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഹാവ് വന്നത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ആശയം ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെയും ഹാവ് യൂസ് ചെയ്യുക, ഇങ്ങനെയും സെൻറ്റൻസുകളിൽ ഹാവ് വരാം ചാൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച ആ മെത്തേഡിൽ മാത്രമല്ല ഇങ്ങനെയും ഹാവ് വരാം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തീർന്നിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇടയ്ക്കൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹാവ് ടു, ഹാസ് ടു. അടുത്ത ക്ലാസ്സിൽ ഹാവ് ടുവിൻ്റെ ഒരു എക്സ്പ്രഷൻ കൂടെ പറയാം. അങ്ങനത്തെ ടൈപ്പ് വരും. അതിൻ്റെ ആശയം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ഹാവിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് എടുത്തിട്ട് നമ്മൾ ഹാവിൻ്റെ ഈ സീരീസ് നിർത്തുന്നതായിരിക്കും. ഹാസിൻ്റെയും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആക്സിലറി വെർബിനെ പറ്റി കുറച്ച് ക്ലാസ്സുകളായിരിക്കും. അതിനുശേഷം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ പറ്റിയായിരിക്കും ക്ലാസ്സുകൾ. സോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെർബിനെ പറ്റി ഉള്ള ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പിന്നീട് കോൺവെർസേഷനിലും ഇംഗ്ലീഷ് എല്ലാം പഠിക്കുവാനായിട്ടും ഉപകാരപ്പെടുന്ന എപ്പിസോഡുകളായിരിക്കും. സോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.